നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരിയലൈസേഷനെ പറ്റിയാണ്. സീരിയലൈസേഷൻ എന്താണ്? ഈ സീരിയലൈസേഷൻ എന്ന് പറയുന്നത്, സീരിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്? ബൈറ്റ് സ്ട്രീമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീരിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സീരിയലൈസേഷൻ ഈസ് ദ മെക്കാനിസം ടു കൺവേർട്ട് ആൻ ഒബ്ജക്റ്റ് ടു ബൈറ്റ് സ്ട്രീം. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു എംപ്ലോയി ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പേഴ്സൺ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് എനിക്ക് എന്തിലേക്ക് മാറ്റേണ്ടി വരും? ഒരു ഫയലിലേക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് വഴി ഒരു സെർവറിലേക്ക് എനിക്ക് അയക്കേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ടല്ല നമ്മൾ മാറ്റുന്നത്. ഒബ്ജക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെ എന്താക്കി മാറ്റണം? സ്ട്രീം ഓഫ് ഡേറ്റ ആയിട്ട് മാറ്റണം, അല്ലെങ്കിൽ ബൈറ്റ് സ്ട്രീം ആയിട്ട് മാറ്റണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് വിളിക്കുന്നത്? സീരിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ക്ലാസ് എഴുതാം. സേ ക്ലാസ് പേഴ്സൺ. അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് മെമ്പർ വേരിയബിൾ എഴുതുകയാണ്. സേ ഇൻറ്റ് ഏജ് ആൻഡ് പ്രൈവറ്റ് സ്ട്രിംഗ് നെയിം. സേ എന്നിട്ട് ഞാനൊരു കൺസ്ട്രക്ടർ എഴുതുകയാണ്, ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതുകയാണ്. ദാറ്റ് അക്സെപ്റ്റിംഗ് സ്ട്രിംഗ് നെയിം കോമ പേഴ്സൺ ഇൻറ്റ് ഏജ്. ദെൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ദിസ് ഡോട്ട് നെയിം, അതായത് ഒബ്ജക്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ഞാൻ പാസ് ചെയ്യുന്ന നെയിം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദിസ് ഡോട്ട് ഏജ് ഇസ് ഈക്വൽ ടു ഏജ് ആയിട്ടും സെറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഈ ഒരു പർട്ടിക്കുലർ സേ ഞാനിപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് എഴുതുകയാണ്. സേ ക്ലാസ് ടെസ്റ്റ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ഓർഗസ്. സേ ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. സേ പേഴ്സൺ പി ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ സംഗീത് കോമ 32. അപ്പോൾ എനിക്കൊരു ഒബ്ജക്റ്റ് വാല്യൂ കിട്ടി. ഈ ഒബ്ജക്റ്റിനെ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. എനിക്കൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് വൺ, ഞാൻ ഈ ഒരു ക്ലാസ്, ദാറ്റ് ഈസ് പേഴ്സൺ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെയാണല്ലോ എനിക്ക് ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം അതിനെ സീരിയലൈസബിൾ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഇംപ്ലിമെന്റ്സ് സീരിയലൈസബിൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺവേർഷൻ നടന്നോളും. അപ്പോൾ ഇംപ്ലിമെന്റ് സീരിയലൈസബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റ് ഞാൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്തോളൂ? ബൈറ്റ് സ്ട്രീം ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റർഫേസ് എവിടെയാണ് കിടക്കുന്നത്? ഇമ്പോർട്ട് java.io.star. സോ io എന്ന് പറയുന്ന java.ioയ്ക്കകത്താണ് ഈ ഒരു പാക്കേജ് സീരിയലൈസബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസ് കിടക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് എന്താണ്? java.io എന്ന് പറയുന്ന പാക്കേജാണ്. ശരി. അപ്പോൾ ഞാൻ ഇംപ്ലിമെന്റ് സീരിയലൈസബിൾ ആക്കി. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഇതിനെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എടുക്കുകയാണ്. സേ fout ഈക്വൽ ടു ന്യൂ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. ഞാൻ റൈറ്റ് ചെയ്യുന്നത് ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എടുത്തിരിക്കുന്നത്. സോ ഡോട്ട് ഡേറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ പേഴ്സൺ ഡോട്ട് ഡേറ്റ് ആണ് എൻ്റെ ഫയലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഫയലിലേക്കാണ് ഞാൻ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്? നോർമലി ഒരു ഫയലിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന പോലെ സ്ട്രിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിട്ടോ ഒന്നുമല്ല ഞാൻ ഇൻറ്റിജർ ആയിട്ടോ ക്യാരക്ടർ ആയിട്ടോ ഒന്നുമല്ല ഞാൻ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ റൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്ന സ്ട്രീം ക്ലാസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം. സോ obj എന്ന് ഞാൻ വിളിക്കുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം എന്തിൻ്റെ? ഫയലിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള സ്ട്രീം, ദാറ്റ് ഈസ് fout. പാസ് ചെയ്യേണ്ടത് ഒരു ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ്. ശരി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? obj ഡോട്ട് റൈറ്റ് ഒബ്ജക്റ്റ്.
എന്ത് ഒബ്ജക്റ്റ് ആണ് എനിക്ക് റൈറ്റ് ചെയ്യേണ്ടത്? പി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് റൈറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റ് പി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽ ഞാൻ പേഴ്സൺ ഡോട്ട് ഡേറ്റ് ഫയലിലേക്ക് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? റൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഫയലിനെ അങ്ങ് ക്ലോസ് ചെയ്യുന്നു. fout ഡോട്ട് ക്ലോസ്. അപ്പോൾ നമുക്കറിയാം ഒരു ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യുക? അത് ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് ഇടുക. കാരണം അത് എന്തോ എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. IO എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ക്യാച്ച് എന്ത് എക്സെപ്ഷൻ ആണ്? ക്യാച്ച് IO എക്സെപ്ഷൻ. IO exception. So E then system dot out dot println E dot get message. വല്ല എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് ആ ക്ലാസ്സിനെ ഞാൻ എന്ത് ചെയ്തു? സീരിയലൈസബിൾ ആക്കി. ദെൻ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു. ദാറ്റ് ഈസ് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം fout ഈക്വൽ ടു ന്യൂ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. ഞാൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാൻ എന്ത് സ്ട്രീം എടുക്കുന്നു? ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം എടുക്കുന്നു. ദെൻ റൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ആ ഒബ്ജക്റ്റ് ബൈറ്റ് സ്ട്രീം ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം ഫയലിലേക്ക് പോയി സേവ് ആവും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ സി ടെസ്റ്റ് ഡോട്ട് ജാവ. എറർ ഒന്നുമില്ല. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. ജാവ ടെസ്റ്റ്. നമ്മളിവിടെ ഒന്നും പ്രിന്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഫയലിലേക്ക് ഞാനൊന്ന് നോക്കുക കഴിഞ്ഞാൽ പേഴ്സൺ ഡോട്ട് ഡേറ്റ് ഫയൽ ഇവിടെ എനിക്ക് കാണാൻ പറ്റി. സോ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അതെന്തായിട്ടാണ് വരുന്നത്? അത് ഒരു ബൈനറി ഫയലായിട്ടാണ് വരുന്നത്. നമുക്കത് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഹ്യൂമൻ റീഡബിൾ അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ തിരിച്ച് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അതിനെ വിളിക്കുന്ന പ്രോസസ്സാണ് ഡീസീരിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഡീസീരിയലൈസേഷൻ എന്ന് പറയുന്നത് ബൈറ്റ് സ്ട്രീമിനെ ഞാൻ തിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്? തിരിച്ച് ഞാൻ ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ അതിനുവേണ്ടി പേഴ്സൺ ഇതേപോലെ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ തിരിച്ച് ഉള്ള പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എന്തെടുക്കുന്നു? ട്രൈക്കകത്ത് ഞാനിപ്പോൾ ഏത് സ്ട്രീമിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്? റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. സോ ഫയൽ ഇൻപുട്ട് സ്ട്രീം fin, ഫയലിൻ്റെ പേരെന്താണ്? ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം പേഴ്സൺ ഡോട്ട് ഡേ. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീമിന് പകരം ഇവിടെ എന്താ എടുക്കുക? ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം എടുക്കുക. ദെൻ obj is equal to new obj input stream fin. Okay, then obj dot write object എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? സോ obj dot റീഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഞാൻ എടുക്കേണ്ടത്. അപ്പോൾ റീഡ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റ് ടൈപ്പിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത്. അതിനെ ഞാൻ എന്താക്കി കൺവേർട്ട് ചെയ്യണം? പേഴ്സൺ ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. പേഴ്സൺ ക്ലാസ് ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. സോ പേഴ്സൺ ക്ലാസ് ആയിട്ട് ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാനാണെങ്കിൽ ഒരു വേരിയബിളിനകത്ത് പേഴ്സൺ q is equal to എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? obj ഡോട്ട് റീഡ് ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഒബ്ജക്റ്റ് കിട്ടും. ആ ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് ടൈപ്പിലേക്ക് മാറ്റുന്നു? പേഴ്സൺ ടൈപ്പിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻ എഴുതുകയാണ് ഞാൻ. പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. എന്ത് ചെയ്യാം? നമുക്കതിൻ്റെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ നെയിമും അതേപോലെ ഏജ് ഞാൻ ഡിസ്പ്ലേ ചെയ്യും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഏജ് പ്രിന്റ് ചെയ്യും.
ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ക്യൂ ഡോട്ട് ഡിസ്പ്ലേ വിളിക്കുകയാണ്. ക്യൂ ഡോട്ട് ഡിസ്പ്ലേ വിളിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ റൈറ്റ് ചെയ്തത് എന്താണ്, ഫയലിലേക്ക് റൈറ്റ് ചെയ്തത് സംഗീതം 32 ആണ് ഞാൻ റൈറ്റ് ചെയ്തത്. അത് ഇപ്പോൾ പേഴ്സൺ ഡേറ്റയ്ക്കകത്തുണ്ട്. ആ പേഴ്സൺ ഡേറ്റയിൽ നിന്ന് ഞാൻ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ക്യൂവിനകത്ത് വരുന്നത് എന്തായിരിക്കും, അതേ ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ വിളിക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്താണ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ നെയിം എന്ന് പറയുന്നത് സംഗീതം വരണം, അതേപോലെ ഏജ് എന്ന് പറയുന്നത് 32 വരണം. ഇവിടെ എന്ത് വരാനുള്ള എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, IO എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ IO എക്സെപ്ഷൻ system dot out dot println dot get message. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു ഫയലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റ് ബൈറ്റ് സ്ട്രീം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ അതിനെ എന്താക്കി മാറ്റുന്നു, ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റുന്നു. അതിനെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഡീസീരിയലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഡീസീരിയലൈസേഷൻ is the mechanism to convert a byte stream to an object. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു എക്സെപ്ഷൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റീഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്ത് എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ക്ലാസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, IO എക്സെപ്ഷൻ്റെ കൂടെ ഒരു ഫംഗ്ഷനും കൂടെ ഞാൻ എഴുതണം. എന്താണ്, ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ ഞാൻ ചെയ്യുകയാണ്. സോ സിസ്റ്റം ഡോട്ട് സെയിം ലൈൻ തന്നെ നമുക്ക് എഴുതാം, ഡോട്ട് ഗെറ്റ് മെസ്സേജ്. സോ ഞാൻ ഇതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ. നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം, ആ എറർ മാറിയോ എന്ന് നോക്കാം. മാറി. സോ ഞാൻ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാണ്. സോ റൺ ചെയ്യാണ് ജാവ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എറർ വരാൻ കാരണം നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ ഇപ്പോൾ എഴുതിയതേ ഉള്ളൂ. അപ്പം ഞാൻ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് എഴുതിയിട്ടില്ലായിരുന്നു, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എഴുതിയിട്ടില്ലായിരുന്നു. അത് കാരണമാണ് ഒരു ഇൻകോമ്പാക്റ്റബിൾ എറർ അടിക്കുന്നത്. ഇൻകോമ്പാക്റ്റബിൾ എറർ അടിക്കുന്നതിന് കാരണം അതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഞാനാണെങ്കിൽ ഈ ഒരു, അതായത് റീഡ് ചെയ്യുന്ന പർട്ടിക്കുലർ പോർഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. ദെൻ ഞാൻ നേരത്തെ ചെയ്ത റൈറ്റ് ചെയ്യുന്നത് ഒന്നും കൂടെ ചെയ്യണം വിത്ത് ഡിസ്പ്ലേ ഫംഗ്ഷൻ വെച്ച് ഞാനൊന്ന് റൈറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്യാം. കുഴപ്പമില്ല. അപ്പോൾ റണ്ണായി. നൗ ഞാൻ എന്ത് ചെയ്യുന്നു, അത് കമൻറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റീഡിങ് റൺ ചെയ്യാണ്. ഓക്കെ. നൗ എന്തായിരിക്കും, ഒന്നും കൂടെ റൺ ചെയ്യുന്നു. അപ്പോൾ നെയിമും ഏജും എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ വന്നതിന് കാരണം എന്താണ്, നമ്മൾ ഈ ഡിസ്പ്ലേ ആദ്യം റൈറ്റ് ചെയ്ത സമയത്ത് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ കൺവേർഷൻ നടന്നപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ വിളിക്കുന്നു. അപ്പോൾ അതായിരുന്നു ഇഷ്യൂ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ ഫയലിലേക്ക് റൈറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, റീഡ് ചെയ്തു. അപ്പോൾ ഇഷ്യൂസ് എല്ലാം മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഡീസീരിയലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡീസീരിയലൈസേഷൻ ചെയ്യേണ്ടതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, റീഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീമും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീമാണ് യൂസ് ചെയ്യേണ്ടത്. നൗ ഈ സീരിയലൈസേഷനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ്, നമുക്കിപ്പോൾ ഒരു ഇൻഹെറിറ്റൻസ് ചെയ്യാമെന്ന് വിചാരിക്കാം. സേ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് എനിക്ക് എന്ത് ചെയ്യണം, അതിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, സീരിയലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. സേ അതിനകത്ത് പ്രൈവറ്റ് ഇൻറ്റ് എംപ്ലോയി ID ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, പബ്ലിക് എംപ്ലോയി, അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നു, ഒരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. എംപ്ലോയി ID, ദെൻ കൺസ്ട്രക്ടറിനെ വിളിക്കുകയാണ് സൂപ്പർ നെയിം കോമ
age. So which extends person ആണ്, which extends person. Then this dot name is equal to, sorry, this dot employee id equal to employee id. Okay, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റുകയാണ്. റൈറ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ എന്ത് ചെയ്യുന്നു, പേഴ്സൺ ക്ലാസ് ഐ എം ക്രിയേറ്റിംഗ് ആൻ എംപ്ലോയി ക്ലാസ്, എംപ്ലോയി ഒബ്ജക്റ്റ്. ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ എംപ്ലോയി ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. സേ എംപ്ലോയി, ഞാൻ അതിനകത്ത് എന്തും കൂടെ അയക്കുന്നു, എൻ്റെ എംപ്ലോയി ഐ ഡിയും കൂടെ അയക്കുന്നു. ദെൻ ഡേറ്റ എന്ന് പറയുന്ന എംപ്ലോയി ഡോട്ട് ഡേറ്റ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്, അതായത് ബേസ് ക്ലാസ് സീരിയലൈസബിൾ ആണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആർക്കും വന്നോളും, എംപ്ലോയിക്കകത്തും വന്നോളും. അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിനെ മാത്രം എന്താക്കി ചെയ്താൽ മതി, സീരിയലൈസബിൾ ആക്കി ചെയ്താൽ മതി. അപ്പോൾ ബേസ് ക്ലാസ് സീരിയലൈസബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ആർക്കും വന്നോളും, എംപ്ലോയിക്കും വന്നോളും. സോ ഇത്ര മാത്രം ഞാൻ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, എംപ്ലോയി ക്ലാസ് എംപ്ലോയി ഡേറ്റ എനിക്ക് അവിടെ വന്നോളും. നേരത്തെ പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് ഞാനിവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വന്നു, എംപ്ലോയി ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫയൽ വന്നു. നൗ എനിക്ക് ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈറ്റ് ഓഫ് സ്ട്രീം ആക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചില പ്രോപ്പർട്ടീസുകളൊന്നും എനിക്ക് പെർസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, എനിക്ക് കോപ്പി ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ കൺവേർഷൻ ചെയ്യേണ്ട, സീരിയലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അതിന് ആ ഒരു ഫീൽഡിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ് എഴുതുക, ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞ് എഴുതുക, സോറി ട്രാൻസിയൻറ്റ്. ജസ്റ്റ് ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എന്താവത്തില്ല, സേവ് ആവത്തില്ല. ഓക്കെ, ഈ ഒരു ഫീൽഡ് ഫയലിലേക്ക് പോകത്തില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഞാനാണെങ്കിൽ ആ എംപ്ലോയി ഡേറ്റ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഞാൻ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. ആകെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളൂ, ഈ ഏജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ ഞാൻ എന്താക്കി മാറ്റി, ട്രാൻസിയൻ്റ് ആക്കി മാറ്റി. ട്രാൻസിയൻ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഏജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എങ്ങോട്ടേക്ക് പോകത്തില്ല, ഫയലിലേക്ക് പോകത്തില്ല. ഞാനൊന്ന് റൺ ചെയ്യാണ്. ഓക്കെ, റൺ ചെയ്തു, ഫയലിലേക്ക് പോയിട്ടില്ല, ഏജ് എന്ന് പറയുന്നത് പോയിട്ടില്ല. അപ്പോൾ ഞാൻ അത് ടെസ്റ്റ് ചെയ്യണ്ടേ? യെസ്, ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വീണ്ടും ഒന്നും കൂടെ റീഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ അടിക്കും. ദെൻ ഇവിടെ എനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഫയൽ ഇൻപുട്ട് സ്ട്രീം ആണ് വേണ്ടത്. ഫയൽ ഇൻപുട്ട് സ്ട്രീം എഫ് ഇൻ ആണ്. സോ എഫ് ഇൻ ആക്കുന്നു, ഇൻപുട്ടാണ് ഞാൻ ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം അല്ല, ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം ആണ്. സോ ഇൻപുട്ട്, ഓക്കെ, ഇൻപുട്ടാക്കി എഫ് ഇൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ റൈറ്റ് അല്ല, റീഡാണ്. റീഡിന് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. ഇതിനെ ഞാൻ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം, എംപ്ലോയിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എംപ്ലോയി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്യാണ്, എംപ്ലോയി എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്യാണ്, എംപ്ലോയി. ശരി, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എഫ് ഇൻ
fin.pros. ഇനി നമുക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിച്ചു നോക്കാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അവിടെ ആ എംപ്ലോയിയുടെ നെയിമും ഏജും എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ നെയിം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സംഗീത് എന്നും ഇവിടെ 32 എന്നാണ് ഞാൻ പാസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 32 ഞാൻ എന്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ട്രാൻസിയന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന ഫിനോമിനൻ എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, എറർ ഒന്നുമില്ല. അപ്പോൾ അവിടെ നോക്കിയേ, സംഗീത് വന്നു, പക്ഷേ നെയിം ഏജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഡിഫോൾട്ട് വാല്യൂ, ദാറ്റ് ഈസ് 0 ആയിട്ടാണ് വന്നിരിക്കുന്നത്. 32 എനിക്ക് വന്നു ഇല്ല. കാരണം എന്താണ്? നമ്മൾ 32 അയച്ചിട്ടില്ല. 32 അയക്കാത്തത് കാരണം അത് 0 ആയിട്ടാണ് സെറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിനകത്ത് ഒരു 5 ഫീൽഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണം മാത്രം മാറ്റിയാൽ മതിയെങ്കിൽ ആ 5th വണ്ണിനെ എന്താക്കി സെറ്റ് ചെയ്താൽ മതി? ട്രാൻസിയന്റ് ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് സീരിയലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാൻ പോകുന്ന ഗാർബേജ് കളക്ഷനെ പറ്റിയാണ്. ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അലോക്കേഷൻ ഓഫ് മെമ്മറി എങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കാം. നമുക്കൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്ലാസിന്റെ അകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. സേ പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. പേഴ്സന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പേഴ്സൺ പി ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ എന്ന് ഞാൻ എഴുതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. പേഴ്സന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി. ആ ഒരു ഒബ്ജക്റ്റിനെ ആര് റെഫർ ചെയ്യും? പി എന്ന് പറയുന്ന റെഫറൻസ് റെഫർ ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് നടക്കുന്നത്. പേഴ്സൺ പി ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ ക്ലാസ്സിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അത് പി റെഫർ ചെയ്യും. അപ്പോൾ ഞാൻ ഈ പി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ യൂസേജ് ഫുള്ള് കഴിഞ്ഞു. എനിക്കിനി പി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പിനെ എൻ്റെ പ്രോഗ്രാമിന് ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഞാൻ തിരിച്ച് ഫ്രീ ലിസ്റ്റിലേക്ക് കൊടുക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഗാർബേജ് കളക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് റീക്ലെയിമിംഗ് ദ അൺയൂസ്ഡ് മെമ്മറി ഫ്രം ദി പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ നിന്നും നമുക്ക് അൺയൂസ്ഡ് മെമ്മറിയെ ഫ്രീ ലിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഗാർബേജ് കളക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ജാവയ്ക്കകത്ത് നമുക്ക് ഈ ഗാർബേജ് കളക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുകയാണ്. അതിന് കാരണം JVM-നകത്ത് എന്തുണ്ട്? ഒരു ഗാർബേജ് കളക്ടറിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. അത് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീകളക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴാണ് ഒരു പർട്ടിക്കുലർ മെമ്മറി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അൺറെഫറൻസ്ഡ് ചെയ്യുന്നത്? സേ ഞാനിപ്പോ പേഴ്സൺ പി ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ എന്ന് ഞാൻ എഴുതി. അപ്പോൾ പി എന്ന് പറയുന്ന ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ ഞാൻ പി ഈസ് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയാണ്. പി ഈസ് ഈക്വൽ ടു നൾ എന്ന് ഞാൻ എഴുതുകയാണ്. അപ്പോൾ പി ഇപ്പോൾ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യേണ്ടത്? നള്ളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ് മാറി പി എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും? നള്ളിലേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു മെമ്മറിയെ ഇപ്പോൾ ആരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് റെഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ അൺയൂസ്ഡ് മെമ്മറി അല്ലെങ്കിൽ അൺറെഫറൻസ്ഡ് മെമ്മറി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ബൈ നള്ളിങ് ദ റെഫറൻസ്. അതായത് ആ ഒരു പർട്ടിക്കുലർ മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് പോലും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? E1 ഈസ് ഈക്വൽ ടു ന്യൂ എംപ്ലോയി. അപ്പോൾ എംപ്ലോയി ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അത് E1 റെഫർ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? E2 ഈസ് ഈക്വൽ ടു ന്യൂ എംപ്ലോയി. അപ്പോൾ E2ന്റെയും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഞാൻ എന്ത് ചെയ്യുന്നു? അതും എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൈൻ ഞാൻ എന്താ പറയുന്നത്? E1 ഈസ് ഈക്വൽ ടു E2. അപ്പോൾ E1 എന്ന് പറയുന്നത് ഇപ്പോ ആരെയാണ് പോയിന്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് E2ലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ അൺയൂസ്ഡ് ആയില്ലേ? ഇതാരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒബ്ജക്റ്റ് ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കും? ഒബ്ജക്റ്റ് അൺറെഫറൻസ്ഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ന്യൂ എംപ്ലോയി, അതായത് ഞാൻ ഒരു ഒബ്ജക്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് ആരും പോയിന്റ് ചെയ്യുന്നില്ല.
അപ്പോൾ നമുക്ക് ഇതൊക്കെ വൺ ടൈം യൂസിനൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂ എംപ്ലോയി ഡോട്ട് ഡിസ്പ്ലേ എന്നൊക്കെ വിളിക്കാനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്പ്ലേ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഡോട്ട് ഡിസ്പ്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിക്കാനായിരിക്കും നമ്മൾ നോർമലി എന്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ കോൾ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് എന്തായി മാറും? ഒരു അൺയൂസ്ഡ് മെമ്മറി ആയിട്ട് മാറും, അല്ലെങ്കിൽ അൺറെഫറൻസ്ഡ് മെമ്മറി ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് അൺറെഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കേസസിൽ എന്ത് ചെയ്യും? സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഗാർബേജിനെ കളക്ട് ചെയ്യും. ഗാർബേജിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മെമ്മറീസിനെ നമുക്ക് ഫ്രീ ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാർബേജ് കളക്ഷനിൽ നമുക്ക് നോക്കേണ്ടത്. ഇനി ഗാർബേജ് കളക്ഷനിൽ രണ്ട് ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന്, ഗാർബേജ് കളക്ഷൻ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി GC എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. GC ഗാർബേജ് കളക്ഷൻ കളക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് GC എന്ന് പറയുന്നത്. അത് ക്ലീനപ്പ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗാർബേജ് ഒരു മെമ്മറി അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഉടനെ അത് അങ്ങ് നമ്മൾ റിമൂവ് ചെയ്ത് കളയല്ല ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ്, ഇനി അത് വേറെ ഏതെങ്കിലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ക്ലീനപ്പ് പ്രോസസ്സിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ GC എങ്ങനെയാണ് എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്നത്? സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് വിളിക്കുന്നത്? GC എന്ന് വിളിക്കുന്നത്. സോ സിസ്റ്റം ഡോട്ട് GC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ കോൾ ചെയ്യുന്നത്? GC ഗാർബേജ് കളക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുന്നത്. ഇത് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ അകത്ത് ഈ ഒരു ഫംഗ്ഷന്റെ അകത്ത് വെച്ച് ഞാൻ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? ഫൈനലൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഫൈനലൈസ്. ഓക്കെ, ഈ ഫൈനലൈസ് എന്താ ചെയ്യുന്നത്? ഇവനാണ് യഥാർത്ഥ ഗാർബേജ് കളക്ഷൻ ചെയ്യുന്നത്. ഇവൻ എന്ത് ചെയ്യും? ഫൈനലൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആദ്യം ക്ലീനപ്പ് ഓപ്പറേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം ഇവൻ എന്ത് ചെയ്യും? ആ ഒരു സ്പേസിനെ ഡീഅലോക്കേറ്റ് ചെയ്യുന്ന കാര്യം ആരാ ചെയ്യുന്നത്? ഫൈനലൈസ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫൈനലൈസ് ഈ ക്ലീനപ്പ് ഓപ്പറേഷൻ നടത്തിയിട്ട് ആ ഒരു പർട്ടിക്കുലർ അൺയൂസ്ഡ് അൺറെഫറൻസ്ഡ് മെമ്മറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഫ്രീ ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ കറസ്പോണ്ടിങ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് ഞാൻ എഴുതുന്നു. എന്നിട്ട് നമുക്ക് ഒരു പബ്ലിക് സ്റ്റാറ്റിക് void main എഴുതാം. void main string or guess മെയിൻ ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ടെസ്റ്റ് t is equal to new test. ഇപ്പോൾ ടെസ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ആയി. ഇപ്പോൾ t പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ്? ആ ഒബ്ജക്റ്റിലേക്കാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? t is equal to new ടെസ്റ്റ് is equal to null എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ t എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? null. അപ്പോൾ നേരത്തെ അലോക്കേറ്റ് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ഇപ്പോൾ ആരെങ്കിലും പോയിന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ അൺഅലോക്കേറ്റഡ് മെമ്മറി വന്നു. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സിസ്റ്റം ഡോട്ട് GC എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ വിളിക്കും. സിസ്റ്റം ഡോട്ട് GCനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിനെ കോൾ ചെയ്യും? അത് ഇൻ ടേൺ കോൾ പബ്ലിക് void ഫൈനലൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യും. ദെൻ ഞാൻ അതിനകത്ത് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് എന്ത് പറയാം നമുക്ക്? ഒബ്ജക്റ്റ് മെമ്മറി റീഅലോക്കേറ്റഡ് അല്ലെങ്കിൽ റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നള്ള് ആ t എന്ന് പറയുന്ന ഇപ്പോൾ നള്ളിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഇപ്പോൾ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ സിസ്റ്റം ഡോട്ട് GC വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ആരെ കോൾ ചെയ്യും? ഫൈനലൈസിനെ കോൾ ചെയ്യും. ആ ഫൈനലൈസിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ പ്രോഗ്രാമിനകത്ത് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന മെമ്മറിനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഈ ഒരു പ്രോഗ്രാം. javac test.java ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒബ്ജക്റ്റ് മെമ്മറി റിലീസ്ഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പം ഞാൻ സിസ്റ്റം ഡോട്ട് GC ആണ് വിളിച്ചത്.
ആ system.gc-ക്കകത്ത് വെച്ച് ഞാൻ ആരെ വിളിക്കുന്നുണ്ട്? ഫൈനലൈസിന് വിളിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യും? ഈ ഇവിടെ എഴുതിയിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈനലൈസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അപ്പോ നമ്മൾ ഫൈനൽ എന്ന് പറഞ്ഞൊരു രീതിയിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൈനൽ കീവേഡിനെ പറ്റി പഠിച്ചു, ഫൈനലി ബ്ലോക്കിനെ പറ്റി പഠിച്ചു, ഇപ്പതാ ഫൈനലൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പറ്റിയും പഠിച്ചു. അപ്പോൾ സ്ഥിരം ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ, ഫൈനലി, ഫൈനലൈസ്? അപ്പൊ ഫൈനൽ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കീവേഡ്. നമ്മൾ അത് ആരുടെ കൂടെയൊക്കെ ആഡ് ചെയ്യും? ഒരു ക്ലാസിന്റെ കൂടെ ആഡ് ചെയ്യാം, മെത്തേഡിന്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേരിയബിളിന്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു ക്ലാസിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫൈനൽ കീവേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫൈനൽ മെത്തേഡിന്റെ കൂടെ ആണെങ്കിൽ അതിനെ ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു വേരിയബിളിന്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വൺസ് ഇനിഷ്യലൈസ് വി കനോട്ട് ചേഞ്ച് ദി വാല്യൂ ഓഫ് ദാറ്റ് വേരിയബിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡിനകത്തുള്ളത്. ഇനി ഫൈനലി എന്ന് പറയുന്നത് നമ്മൾ എക്സെപ്ഷനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഫൈനലി എന്താണ്? ഫൈനലി ഇസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഈവൻ വെൻ there is exception and if there is no exception. എക്സെപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും എക്സെപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും a set of code will be executed. That code is called ഫൈനലി ബ്ലോക്ക്. അപ്പൊ ഫൈനലി ബ്ലോക്കിനകത്ത് ഞാൻ എന്തെങ്കിലും കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സെപ്ഷൻ ഉണ്ടെങ്കിലും എക്സെപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. അത് ഇസ് എ ബ്ലോക്ക്. ഫൈനലി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ്. ഫൈനൽ എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. ഫൈനലി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫൈനലൈസ്. ഫൈനലൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്ലീനപ്പ് പ്രോസസ്സിംഗ്. ഒരു ഗാർബേജ് കളക്ഷൻ, ഒരു ഒബ്ജക്റ്റിന്റെ ഗാർബേജ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, അത് സെറ്റ് ഓഫ് കോഡ് ഉണ്ട്. ആ കോഡ് ഞാൻ എവിടെയാണ് എഴുതേണ്ടത്? ഫൈനലൈസ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനകത്താണ് എഴുതേണ്ടത്. സോ ഫൈനലൈസ് ഈസ് എ മെത്തേഡ്, ഫൈനലി ഈസ് എ ബ്ലോക്ക് ആൻഡ് ഫൈനലി ഈസ് എ കീവേഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു സെഷനിൽ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.